Today we will be discussing SHA-1 algorithm. നമ്മൾ ഹാഷ് അൽഗോരിതമാണ്. അപ്പം ഒരു ഹാഷ് ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അൽഗോരിതത്തിൻ്റെ പർപ്പസ്. അപ്പോൾ റിസൾട്ട് നമുക്കൊരു മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂ ആയിരിക്കും അത് റിട്ടേൺ ചെയ്യാം. അപ്പോൾ മെസ്സേജ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. നമ്മുടെ SHA-1 അൽഗോരിതം കമ്പ്യൂട്ട് ചെയ്ത് നമുക്ക് ഡൈജസ്റ്റിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. സോ SHA-1 അൽഗോരിതം ഈസ് എ മെസ്സേജ് ഡൈജസ്റ്റ് അൽഗോരിതം അല്ലെങ്കിൽ ഹാഷ് അൽഗോരിതം ആണ്. അപ്പം ഒരു മെസ്സേജിനെ ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാഷ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാൻ യൂസ് SHA-1 അൽഗോരിതം. സോ അൽഗോരിതത്തിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സേജിൻ്റെ ലെങ്ത് മാക്സിമം ലെങ്ത് ഓഫ് ലെസ് ദാൻ 2⁴64 ബിറ്റ്സ്. അപ്പോൾ മെസ്സേജിൻ്റെ ലെങ്ത് ഇൻപുട്ട് എത്രയാണ് വേണ്ടതെന്നുള്ള കറക്റ്റ്ലി ഇത്ര ലെങ്ത്തുള്ള മെസ്സേജ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. വിത്ത് എ മാക്സിമം ലെങ്ത് ഓഫ് ലെസ് ദാൻ 2⁴64 ബിറ്റ്സ്. ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാഷ് വാല്യൂ അല്ലെങ്കിൽ മെസ്സേജ് ഡൈജസ്റ്റ് അതിൽ 160 ബിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻപുട്ട് മാക്സിമം ലെങ്ത് ഓഫ് ലെസ് ദാൻ 2⁴64 ബിറ്റ്സ് ആവാം. ഇനി ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 160 ബിറ്റ്സിൻ്റെ ഡൈജസ്റ്റ് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇൻപുട്ടിനെ നമ്മൾ പല സ്റ്റെപ്സ് ആയിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. അത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഓരോ ബ്ലോക്ക് എടുത്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ ഇനീഷ്യലി നമ്മുടെ കയ്യിലുള്ള മെസ്സേജിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പാഡിംഗ് ഒക്കെ ചെയ്ത് അവസാനം 512 മൾട്ടിപ്പിളാക്കി മാറ്റും. 512 ബിറ്റ്സിൻ്റെ മൾട്ടിപ്പിളാക്കി മാറ്റും. അപ്പോൾ 512 ബിറ്റ്സിൻ്റെ ബ്ലോക്കാക്കി നമ്മൾ മെസ്സേജിനെ പ്രോസസ്സ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് എത്തിക്കും. ഇനി അതിൽ നിന്ന് ഓരോ 512 ബിറ്റ് ബ്ലോക്ക്സ് എടുത്താക്കി നമ്മൾ പ്രോസസ്സ് ചെയ്യും. ഈ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ട് 5 സ്റ്റെപ്സാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അപ്പെൻഡിങ് പാഡിംഗ് ബിറ്റ്സ്. അപ്പോൾ പാഡിംഗ് ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു 1 പിന്നെ ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് സീറോസ്. ആദ്യം ഒരു 1 ഉണ്ടാവും, പിന്നെ കുറേ സീറോസ് ഉണ്ടാവും. ഇനി എത്ര സീറോസ് വേണം എന്നുള്ളത് നമ്മളുടെ മെസ്സേജിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഇനി ഈ പാഡിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മെസ്സേജിൻ്റെ ലെങ്ത്ത് നമുക്ക് ഈ ഒരു ഫോമിൽ വേണം കിട്ടാൻ. ദാറ്റ് ഈസ് 448 മോഡുലോ 512 ഫോമിൽ വേണം കിട്ടാൻ. അപ്പോൾ 448ൻ്റെ കൂടെ 64 കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 512 കിട്ടും. എന്ന് വെച്ചാൽ നമ്മളെ പാഡിങ് കഴിഞ്ഞ് നമ്മൾ പാഡിങ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ 512ൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിളിൽ നിന്ന് 64 ബിറ്റ്സ് ലെസ് ആയിരിക്കണം. അപ്പോൾ 512ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 512 തന്നെയായിരിക്കും. 512 × 1 = 512 തന്നെ. അപ്പോൾ അതിൽ നിന്ന് 64 ബിറ്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് ഈ 448 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് 64നെ നമ്മളവിടെ റിസർവ് ചെയ്ത് വെച്ചേക്കുകയാണ് വേറൊരു പർപ്പസിന് വേണ്ടി. അതായത് നമ്മളുടെ ഒറിജിനൽ മെസ്സേജിൻ്റെ ലെങ്ത്തിനെ ആ 64 ബിറ്റ്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ മെസ്സേജിനെ പാഡ് ചെയ്യുമ്പോൾ എത്ര പാഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മളുടെ മെസ്സേജ് ലെങ്ത് എത്രയാണെങ്കിലും അതിന് 512നെ നെക്സ്റ്റ് മൾട്ടിപ്പിളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് മൾട്ടിപ്പിളിലേക്ക് എത്തുമ്പോൾ ഒരു 64 കുറച്ച് ആ 64 നമുക്ക് ലെങ്ത് ആഡ് ചെയ്യാൻ വേണ്ടി റിസർവ് ചെയ്തേക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള എവിടെ വരെ എത്തണോ അത്രയും ബിറ്റ്സ് ആയിരിക്കും നമ്മൾ പാഡ് ചെയ്ത് എത്തിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഒരു 1 പിന്നെ ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് സീറോസ്. ഇനി ഈ പാഡിംഗ് ബിറ്റ്സിൻ്റെ റേഞ്ച് 1 മുതൽ 512 വരെ ആയിരിക്കും. ചിലപ്പോൾ ഒരു ബിറ്റ് ആഡ് ചെയ്യേണ്ടി വരുള്ളൂ, ചിലപ്പോൾ 512 ബിറ്റ്സിനെ നമ്മൾ പാഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻപുട്ട് മെസ്സേജിൻ്റെ ലെങ്ത് എത്രയാണെങ്കിലും നമ്മൾ ഈ സ്റ്റെപ്പ് മസ്റ്റായിട്ടും ചെയ്യും. ദാറ്റ് ഈസ് പാഡിംഗ് ബിറ്റ്സ് വിൽ ബി അപ്പൻഡ്. ഇനി പാഡിംഗ് ബിറ്റ് അപ്പൻഡ് ചെയ്ത് കഴിയുമ്പോൾ 512ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാണോ ആ മൾട്ടിപ്പിളിൽ നിന്ന് ഒരു 64 ബിറ്റ്സ് താഴെ വരെയുള്ള അത്രയും ബിറ്റ്സിനെ ആയിരിക്കും നമ്മൾ പാഡ് ചെയ്ത് എത്തിക്കേണ്ടത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രോസസ്സിങ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലെങ്ത് അപ്പൻഡ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞു പാഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തിച്ചത് 512ൻ്റെ അടുത്ത മൾട്ടിപ്പിളിൽ നിന്ന് ഒരു 64 ബിറ്റ് കുറവാണ് നമ്മൾ എത്തിച്ചേക്കുന്നത്. അത്രയും ബിറ്റ്സ് വരെയാണ് നമ്മൾ പാഡ് ചെയ്ത് എത്തിച്ചേക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് 64 നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ 64 ബിറ്റ്സിലേക്കായിരിക്കും നമ്മൾ ഈ ലെങ്ത്തിനെ അപ്പൻഡ് ചെയ്യുക. നമ്മൾ ഒറിജിനൽ മെസ്സേജിൻ്റെ പാഡിങ്ങിന് മുമ്പുള്ള മെസ്സേജിൻ്റെ ലെങ്ത്തിനെ നമ്മൾ ഈ 64 ബിറ്റ്സിലേക്ക് അപ്പൻഡ് ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ മെസ്സേജിൻ്റെ കൂടെ പാഡിംഗ് ബിറ്റ്സ് ആഡ് ചെയ്തു, 1 ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് സീറോസ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ ലെങ്ത്തും കൂടി അപ്പൻഡ് ചെയ്തു 64 ബിറ്റിൽ. അപ്പോൾ ഇത്രയും പ്രോസസ്സിങ് കഴിയുമ്പം നമ്മളുടെ എൻ്റയർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ 512ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഒന്നുകിൽ ഫസ്റ്റ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സെക്കൻഡ് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിളായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ L ടൈംസ് 512 എന്ന് പറഞ്ഞ ഫോമിലേക്കാണ് മാറിയെങ്കിൽ അതിൻ്റെ മീനിങ് അതിൽ L 512 ബിറ്റ് ബ്ലോക്ക്സ് അതിലുണ്ടാവും. അപ്പോൾ മെസ്സേജിനെ പാഡ് ചെയ്തൊരു 512ൻ്റെ മൾട്ടിപ്പിൾ ആക്കുക. പാഡിങ്ങും ലെങ്ത്തിൻ്റെ അപ്പൻഡിങ്ങും കൂടെ കഴിയുമ്പോൾ മെസ്സേജിൻ്റെ ലെങ്ത് 512ൻ്റെ മൾട്ടിപ്പിളായിട്ട് മാറും. ഈ തേർഡ് സ്റ്റെപ്പ് ഇനിഷ്യലൈസ് മെസ്സേജ് ഡൈജസ്റ്റ് ബഫർ. നമ്മളുടെ ബഫർ എന്ന് പറഞ്ഞാൽ 5 രജിസ്റ്റേഴ്സാണ് നമ്മളുടെ ബഫറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബഫർ എന്ന് വെച്ചാൽ 160 ബിറ്റ് ബഫറാണ്. നമുക്കറിയാം മെസ്സേജ് ഡൈജസ്റ്റ് ഔട്ട്പുട്ട് തരുന്ന ഡൈജസ്റ്റിൻ്റെ വാല്യൂ 160 ബിറ്റാണ്. അപ്പോൾ ഇവിടെ 32 ബിറ്റ് വീതമുള്ള 5 രജിസ്റ്റേഴ്സാണ് നമ്മൾ ഈ ബഫറായിട്ട് യൂസ് ചെയ്യുന്നത്. ആ രജിസ്റ്റേഴ്സിനെയാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത് A, B, C, D and E. അപ്പോൾ ഇതിന് 5 എണ്ണത്തിൽ നമ്മൾ ഇനീഷ്യൽ വാല്യൂസ് ഇനിഷ്യലൈസേഷൻ വാല്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇനിഷ്യലൈസേഷൻ വെക്ടറായിട്ട് ഡിഫൈൻ ചെയ്ത് 5 ഇനീഷ്യൽ വാല്യൂസ് കൊടുക്കുന്നുണ്ട്. ഇനി അത് കൂടാണ്ട് നമ്മൾ
അൽഗോരിതത്തിൽ ഓരോ സ്റ്റെപ്പ് പ്രോസസ്സ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ ABCDയിലെ വാല്യൂസ് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓരോ സ്റ്റെപ്പിൽ. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് ABCDയിലുള്ള വാല്യൂ എന്തായിരിക്കും, അതായിരിക്കും നമ്മളുടെ റിക്വയർഡ് റിസൾട്ട് അല്ലെങ്കിൽ റിക്വയർഡ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ്ങിലെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സിനെയും ഫൈനൽ റിസൾട്ടിനെയൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ ബഫർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ABCD എന്ന് പറഞ്ഞ 5 രജിസ്റ്റേഴ്സിനെയാണ് നമ്മൾ ബഫറായിട്ട് യൂസ് ചെയ്യുന്നത്. ഓരോ രജിസ്റ്ററും 32 ബിറ്റ് വാല്യൂസിനായിരിക്കും ഹോൾഡ് ചെയ്യുക. സോ 5 × 32 ആകുമ്പോൾ നമുക്ക് 160 ബിറ്റ് ഹാഷ് വാല്യൂ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഈ കാണിച്ചേക്കുന്നതാണ് ഈ 5 രജിസ്റ്റേഴ്സിലേക്കുള്ള ഇനിഷ്യലൈസേഷൻ വാല്യൂസ്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്നത് ബിഗ് എൻഡിയൻ ഫോർമാറ്റിലായിരിക്കും. എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റ് നമ്മൾ ലോവർ അഡ്രസ് പൊസിഷനിൽ സ്റ്റോർ ചെയ്യുക. ഇനി MD5ൻ്റെ കേസിലാണെങ്കിൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബൈറ്റിനെ ആയിരുന്നു ലോവർ അഡ്രസ് ബൈറ്റ് പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് 67, then 45, then 23 and 01. അപ്പോൾ ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ SHA-1ലെ വാല്യൂസിന് നമ്മൾ സ്റ്റോർ ചെയ്യുക. ഇനി നേരത്തെ MD5ൻ്റെ കേസിലാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ നേരെ തിരിഞ്ഞു വരും. അപ്പോൾ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ പാഡിംഗ് ബിറ്റ്സ് ആഡ് ചെയ്തു, പിന്നെ അതിൻ്റെ പുറകെ ലെങ്ത് അപ്പൻഡ് ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ ആ മൊത്തം മെസ്സേജിൻ്റെ ലെങ്ത് നമുക്ക് 512 മൾട്ടിപ്പിളാക്കി കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബഫറിന് ഇനിഷ്യലൈസ് ചെയ്തു. അതായത് 5 രജിസ്റ്റേഴ്സ്, ഓരോ രജിസ്റ്ററിലും 32 ബിറ്റ് വീതമാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഇനി നമ്മളുടെ അൽഗോരിതത്തിൻ്റെ കോർ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് സ്റ്റെപ്പ് 4. നമ്മൾ മെസ്സേജിനെ പ്രോസസ്സ് ചെയ്യുകയാണ് ഇൻ 512 ബിറ്റ് ബ്ലോക്സ്. ഓരോ 512നെ നമുക്ക് 16 × 32 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. 512 ഈസ് ഈക്വൽ ടു 16 × 32. അപ്പോൾ 16 × 32 എന്ന് പറഞ്ഞാൽ എന്തായി, 16 32 ബിറ്റ് വേർഡ്സ്. അതുകൊണ്ടാണ് 16 വേർഡ് ബ്ലോക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ 512 ബിറ്റിനെ നമുക്ക് 16 വേർഡ്സിന് ഈക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇനി നമ്മളുടെ അൽഗോരിതത്തിൽ മെയിനായിട്ട് 4 റൗണ്ട് ഓഫ് പ്രോസസ്സിംഗ് ആണുള്ളത്. MD5 നമ്മൾ പഠിച്ചപ്പോഴും അതിൻ്റെ അത് 4 റൗണ്ടാണ് ഉണ്ടായിരുന്നത്. ഇനി അവിടെ ഓരോ റൗണ്ടിലും 16 സ്റ്റെപ്പ് വീതമാണ് ഉണ്ടായിരുന്നത്. ഇനി SHA-1 അൽഗോരിതത്തിലാണെങ്കിൽ ഓരോ റൗണ്ടിലും 20 സ്റ്റെപ്സ് വീതമാണ് ഉണ്ടാവുക. അപ്പോൾ 4 റൗണ്ട്, ഓരോ റൗണ്ടിലും 20 സ്റ്റെപ്സ് വീതം. ഇനി അവിടെ നമ്മൾ 4 റൗണ്ടിൽ ഒരു ലോജിക്കൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്തായിരുന്നു. FGHI എന്ന് പറഞ്ഞ 4 ലോജിക്കൽ ഫംഗ്ഷൻസ്. അപ്പോൾ ഈ ലോജിക്കൽ ഫംഗ്ഷൻസ് നമ്മളെ രജിസ്റ്റേഴ്സിലെ BCDനെ പല രീതിയിൽ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. യൂസിങ് ദ ലോജിക്കൽ കണക്റ്റീവ്സ് ആൻഡ് അല്ലെങ്കിൽ ഓർ, നോട്ട്, XOR ഇതൊക്കെ ഉപയോഗിച്ച് ഈ BCDയെ പ്രോസസ്സ് ചെയ്യുന്ന റിസൾട്ടായിരുന്നു നമ്മൾ ഈ ലോജിക്കൽ ഫംഗ്ഷൻസിൽ കമ്പ്യൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ അതേ സ്ട്രക്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ 4 ലോജിക്കൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്യും, F1, F2, F3 ആൻഡ് F4. അപ്പോൾ ഈ F1, F2, F3, F4 4 റൗണ്ടിലും ഓരോ ലോജിക്കൽ ഫംഗ്ഷൻസ് വീതം യൂസ് ചെയ്യും. അപ്പോൾ ഓരോ റൗണ്ടിലും നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നത് നമ്മൾ കറണ്ട് 512 ബിറ്റ്സിൻ്റെ ബ്ലോക്കായിട്ട് നമ്മൾ ആദ്യം മെസ്സേജിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ 512 ബിറ്റ് ബ്ലോക്ക് എടുത്തു. അതുപോലെ ABCD ഈ ബഫറിൽ ഇപ്പോൾ 160 ബിറ്റാണ് അതിൽ വരിക മൊത്തം, 32 × 5. ഈ ABCD രജിസ്റ്റേഴ്സിൽ ഇനിഷ്യൽ വാല്യൂസ് നമ്മൾ ആദ്യമേ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് ആദ്യം ഉപയോഗിക്കുക. എന്നിട്ട് ഓരോ സ്റ്റെപ്പിലും എടുത്ത് നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പ്രോസസ്സിങ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ABCDയിലെ വാല്യൂസ് തന്നെയായിരിക്കും. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും അപ്ഡേറ്റ് ചെയ്ത് മൊത്തം 4 റൗണ്ടും 20 സ്റ്റെപ്പ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ 420 എന്ന് പറയുമ്പോൾ 80 സ്റ്റെപ്സ് വരും. അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ABCD അപ്ഡേറ്റഡ് ആയി, നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കുമ്പോഴത്തേക്കും വീണ്ടും അതിന് അപ്ഡേറ്റഡ് ആയി, തേർഡ് സ്റ്റെപ്പിൽ വീണ്ടും അപ്ഡേറ്റഡ് ആയി, ഇങ്ങനെ അപ്ഡേറ്റ് ആയി 80th സ്റ്റെപ്പും കഴിയുമ്പോഴായിരിക്കും ഒരു സിംഗിൾ ബ്ലോക്കിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുക. സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ഫസ്റ്റ് റൗണ്ട്, ഇത് സെക്കൻഡ് റൗണ്ട്, ഇത് തേർഡ് റൗണ്ട്, ഇത് ഫോർത്ത് റൗണ്ട്. ഇനി ഓരോ റൗണ്ടിലും 20 സ്റ്റെപ്സ് വീതമാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഈ YQ എന്ന് പറയുന്നത് നമ്മൾ കറൻ്റ്ലി പ്രോസസ്സ് ചെയ്യുന്ന ഏത് ഇൻപുട്ട് ബ്ലോക്കാണോ, അപ്പോൾ 512 ബിറ്റിന് 5-6 ബ്ലോക്ക് ഉണ്ടെന്ന് കരുതുക. അതിലാദ്യം ഫസ്റ്റ് ബ്ലോക്ക് എടുത്തു. അപ്പോൾ ആ കേസിൽ നമ്മൾ CVQ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ചെയിനിങ് വേരിയബിൾ Q. ഇപ്പോൾ Y0 ആണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് ഇൻപുട്ട് ബ്ലോക്കാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ CV0 ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. CV0 എന്ന് പറഞ്ഞാൽ നമ്മൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമ്മളുടെ ഇനിഷ്യലൈസേഷൻ വാല്യൂസ്. അപ്പോൾ IV എന്ന് തന്നെ അതിനെ പറയാം. അപ്പോൾ ABCD രജിസ്റ്ററിൽ നമ്മൾ ഇനിഷ്യലൈസേഷൻ കൊണ്ട് ഉപയോഗിച്ച വാല്യൂസ് ആയിരിക്കും ആദ്യം ABCDയിൽ ഉണ്ടാവുക. അപ്പോൾ അത് 5 വാല്യൂസ് ഓരോ ഇൻപുട്ടാണ്. അതുപോലെ നമ്മളുടെ ഫസ്റ്റ് ഇൻപുട്ട് ബ്ലോക്ക് Y0 എന്ന് പറയുന്ന 512 ബിറ്റ് ഫസ്റ്റ് ഇൻപുട്ടാണ്. പിന്നെ ബാക്കി അഡീഷണൽ ആയിട്ട് 3 ഇൻപുട്സും കൂടെ ഓരോ റൗണ്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ കണ്ടോ, F1, F2, F3, F4. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ 4 ലോജിക്കൽ ഫംഗ്ഷൻസ് ഓരോ റൗണ്ടിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലോജിക്കൽ ഫംഗ്ഷൻസാണ് ഈ F1, F2, F3, F4. ഈ സെക്കൻഡ് കാണുന്നത് നിങ്ങളൊരു K കാണുന്നുണ്ട്. ഈ K എന്ന് പറയുന്ന ഒരു അഡിറ്റീവ് കോൺസ്റ്റൻറ്റ് KT. അപ്പോൾ ഓരോ റൗണ്ടിലും നമ്മൾ ഓരോ അഡിറ്റീവ് കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. Tയുടെ വാല്യൂ 0 to 79 വരെ. 0 to 79 വരെ എന്ന് പറയുമ്പോൾ എത്രയായി, 80 വാല്യൂസ് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ 20 സ്റ്റെപ്സും 4 റൗണ്ടുമാണ് നമുക്കുള്ളത്. അപ്പോൾ മൊത്തത്തിൽ 4 × 20 എന്ന് പറയുമ്പോൾ 80 സ്റ്റെപ്സ് വരും.
അപ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഓരോ റൗണ്ട് അഡ്ജീവ് കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓരോ സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്ന കെയുടെ വാല്യൂസാണ് ടേബിളിൽ കാണുന്നത്. അപ്പോൾ 0 to 90 എന്ന് പറയുമ്പം ഫസ്റ്റ് റൗണ്ടിൽ കെ ടി ഈ പർട്ടിക്കുലർ വാല്യൂ യൂസ് ചെയ്യുക, സെക്കൻഡ് റൗണ്ടിൽ ഈ വാല്യൂ, തേർഡ് റൗണ്ടിൽ ഈ വാല്യൂ, ഫോർത്ത് റൗണ്ടിൽ ഈ വാല്യൂ. അപ്പോൾ ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ആ 20 സ്റ്റെപ്പിൽ നമ്മൾ ഈ വാല്യൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് റൗണ്ടിൽ 20 സ്റ്റെപ്പിലും ഈ വാല്യൂ, അടുത്ത തേർഡ് റൗണ്ടിൽ 20 സ്റ്റെപ്പിലും ഈ വാല്യൂ. അപ്പോൾ അതാണ് കെ. ഇനി നെക്സ്റ്റ് W0 to 90 എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിൻ്റെ തന്നെ ഒരു പോർഷനാണ്. അപ്പോൾ നമ്മളെ ഇൻപുട്ടിനെ ഞാൻ പറഞ്ഞു 512 ബിറ്റ് ബ്ലോക്കിനെ നമ്മൾ 16 വേർഡ്സ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 16 വേർഡ് എന്ന് പറഞ്ഞാൽ 16 32 ബിറ്റ് വേർഡ്സ് ആണ് അതിലുള്ളത്. അപ്പോൾ W0 to W15 എന്ന് പറഞ്ഞാൽ ഈ 16 വേർഡ്സ് തന്നെയായിരിക്കും. ഇനി ബാക്കിയുള്ള വേർഡ്സ് നമ്മൾ മൊത്തത്തിൽ എത്ര വേർഡ്സ് യൂസ് ചെയ്യണമെന്ന് നോക്കിയാൽ W79 വരെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ 16 വേർഡ്സാണ് ഉള്ളത്. ഈ 16 വേർഡ്സിനെ ഒരു ബ്ലോക്ക് എടുക്കുമ്പോൾ 512 ബിറ്റിൻ്റെ ഒരു ബ്ലോക്ക് എടുത്താൽ അത് 16 into 32 ആണ്. അപ്പോൾ 16 32 ബിറ്റ് വേർഡ്സാണ് അതിലുണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് എത്ര വേർഡ്സാക്കി മാറ്റണം? ഈ 16 വേർഡ്സ് ഉള്ളതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് 80 വേർഡ്സാക്കി മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രോസസ്സ് യൂസ് ചെയ്യും, ഒരു കാൽക്കുലേഷൻ യൂസ് ചെയ്യും. നമ്മളുടെ കയ്യിൽ ആദ്യം ഓരോ ബ്ലോക്ക് എടുക്കുമ്പോഴും അതിൽ ഫസ്റ്റ് 16 വേർഡ്സ് എടുക്കുക. ആ വേർഡ്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഒരു എക്സോർ യൂസ് ചെയ്ത് കോമ്പിനേഷനിലെ ഷിഫ്റ്റിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് 80 വേർഡ്സിനെ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 80 വേർഡ്സിൽ ഫസ്റ്റ് 20 നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ ഉപയോഗിക്കും, നെക്സ്റ്റ് 20 അടുത്ത റൗണ്ടിൽ ഉപയോഗിക്കും, നെക്സ്റ്റ് 20 തേർഡ് റൗണ്ടിൽ, അടുത്ത 60 ഫോർത്ത് റൗണ്ടിൽ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പ്രോസസ്സിങ്. അപ്പോൾ ഓരോ റൗണ്ടിലേക്കും നമുക്ക് വരുന്ന ഇൻപുട്ട്സ് ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന ഏത് ബ്ലോക്കാണോ അത് ഇൻപുട്ടിലെ ഫസ്റ്റ് ബ്ലോക്ക്. ആദ്യത്തെ 512 5 ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആദ്യം 512 ഫസ്റ്റ് ബ്ലോക്ക് എടുത്തു. ഇനി ABCDയിൽ ഫസ്റ്റ് നമ്മൾ ഇനിഷ്യലൈസേഷൻ വാല്യൂസ് കൊടുത്തിട്ടുണ്ടാവും ഇനിഷ്യലി. ഇനി F1 ഈ BC നമ്മൾ ഈ മുകളിലുള്ള രജിസ്റ്റർ വാല്യൂസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഫംഗ്ഷനാണ്. പിന്നെ K എന്ന് പറഞ്ഞ അഡിറ്റീവ് കോൺസ്റ്റൻറ്റ്, ഒരു റൗണ്ടിൽ ഒരു വാല്യൂ, അടുത്ത റൗണ്ടിൽ അടുത്ത വാല്യൂ, അങ്ങനെ നമ്മൾ റൗണ്ട് കോൺസ്റ്റൻറ്റ്സ് ഡിഫൈൻഡ് ആണ്. പിന്നെ W എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു വേർഡിൻ്റെ എക്സ്പാൻഡ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന ഒരു അറയാണ്. അപ്പോൾ നമ്മളുടെ ഇനിഷ്യൽ 512 ബിറ്റ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് 16 വേർഡ്സിനെ കിട്ടും, 0 മുതൽ 15 വരെ. അപ്പോൾ ഈ 16 എണ്ണത്തിനെ നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് അത് 80 വരെയാക്കി നമ്മൾ മാറ്റും. അതായത് 0 to 79 എന്ന് പറയുമ്പം 80 വേർഡ്സ് ആക്കി നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്യും യൂസിങ് ആൻ അൽഗോരിതം. അപ്പോൾ ഈ എക്സ്പാൻഡ് ചെയ്തതിൽ 20 വേർഡ്സ് വീതം നമ്മൾ ഓരോ റൗണ്ടിലും പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഈ ബ്ലോക്ക് എടുത്തു, ഇതെല്ലാം ഉപയോഗിച്ചു, ഇതിനുള്ളിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ നടത്തി, ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തു, തേർഡ് സ്റ്റെപ്പ് ചെയ്തു, അങ്ങനെ 20th സ്റ്റെപ്പും കഴിയുമ്പോൾ നമ്മൾ ABCD തന്നെ വീണ്ടും അപ്ഡേറ്റ് ചെയ്തു. അഗെയിൻ വീണ്ടും ഇൻപുട്ട്സ് ചേഞ്ചായി, ABCD വീണ്ടും അപ്ഡേറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ 4 റൗണ്ടിലും അപ്ഡേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ ഫോർത്ത് റൗണ്ട് കഴിയുമ്പോൾ ABCDയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടാവും. ഇനി അതിനെ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? ഇനിഷ്യൽ വാല്യൂ, അതായത് ഈ CVQ കണ്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇനിഷ്യലി ABCDയിൽ ഉണ്ടായിരുന്ന വാല്യൂ ഫോർത്ത് റൗണ്ട് കഴിയുമ്പോൾ ABCDയിൽ ഉണ്ടായിരുന്ന വാല്യൂസിനെ നമ്മൾ ആഡ് ചെയ്യാണ്. ആൻഡ് അഡീഷൻ ഈസ് മോഡുലോ 2 raised to 32. അപ്പോൾ ഈ അഡീഷൻ കഴിയുമ്പോൾ ഓരോന്നും 32 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 5 32 ബിറ്റിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 32 ബിറ്റ്സിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എ കോമ്പിനേഷൻ ഓഫ് 160 ബിറ്റ്സ്. അപ്പോൾ ഈ 160 ബിറ്റ് കിട്ടുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് CVQ+1, അല്ല ചെയിനിങ് വേരിയബിൾ Q+1 എന്ന് പറയും. ഇപ്പോൾ Y0 എന്ന് പറഞ്ഞ ബ്ലോക്കാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തെങ്കിൽ നമുക്കിപ്പോൾ എന്ത് കിട്ടി? CV1 കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ഇൻപുട്ട് ബ്ലോക്ക് Y1 പ്രോസസ്സ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ Y0 പ്രോസസ്സ് ചെയ്തു, CV1 കിട്ടി. ഇനി അടുത്ത Y1 പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ CV1ൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിഷ്യലൈസേഷൻ വാല്യൂസിൽ നിന്നായിരുന്നു. അപ്പോൾ സെക്കൻഡ് ബ്ലോക്ക് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നായിരിക്കണം ഇൻപുട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു ഇൻപുട്ടായിരിക്കും, Y1 അടുത്ത ഇൻപുട്ടായിരിക്കും. എന്നിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അൺടിൽ എല്ലാ ബ്ലോക്സിനെയും പ്രോസസ്സ് ചെയ്ത് കഴിയുന്നത് വരെ. So the output of the fourth round is added to the input of the first round to produce CVQ+1. അപ്പോൾ ഇൻപുട്ട് ഓഫ് ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ABCDയിലെ ഇനിഷ്യൽ വാല്യൂസ്. നാലാമത്തെ റൗണ്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ABCDയിൽ അപ്ഡേറ്റ് ചെയ്ത് വന്ന വാല്യൂസ്, അത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അഡീഷൻ മോഡലോ 2 raised to 32. അതാണ് നമ്മളുടെ അൽഗോരിതത്തിലെ കോർ സ്റ്റെപ്പ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഔട്ട്പുട്ട് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര 512 ബിറ്റ് ബ്ലോക്സ് ഉണ്ടോ എല്ലാ ബ്ലോക്സിനും പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന 160 ബിറ്റ്സ് ആയിരിക്കും നമ്മളുടെ മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂ. എന്ന് വെച്ചാൽ 512 ബിറ്റ് ബ്ലോക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ എൽത്ത് സ്റ്റേജ് കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്പുട്ടായിരിക്കും 160 ബിറ്റ് മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂ. നമ്മളെ ഇക്വേഷൻസ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. CV0 അതായത് ചെയിനിങ് വേരിയബിൾ 0. ഇപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? CV0 ആയിരിക്കും. ആ വാല്യൂസ് എന്താണ്? ABCDയിലെ ഇനിഷ്യൽ വാല്യൂസ്. അതുകൊണ്ട് നമുക്ക് അതിനെ ഇനിഷ്യലൈസേഷൻ വെക്ടർ എന്ന് ഡിനോട്ട് ചെയ്യാം.
നെക്സ്റ്റ് CVQ+1 എന്ന് വെച്ചാൽ ഒരു ബ്ലോക്കിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ചെയിനിങ് വേരിയബിൾ. നമുക്ക് എവിടെ നിന്നായിരുന്നു കിട്ടിയിരുന്നത്? നമ്മൾ ലാസ്റ്റ് ചെയ്തത് 32 ബിറ്റ് മോഡുലോ 2/32 അഡീഷനാണ് ചെയ്തത്. അപ്പോൾ അഡീഷൻ മോഡുലോ 2/32 ആണെങ്കിൽ സം 32 എന്ന് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇനി എന്തൊക്കെയായിരുന്നു നമ്മൾ ആഡ് ചെയ്തിരുന്നത്? CVQ+1 കിട്ടണമെങ്കിൽ CVQവും ABCDEQവും കൂടി ആഡ് ചെയ്യുക. അതായത് ഇതാണ് CVQ+1. ഇതിപ്പോൾ നമ്മൾ എന്തൊക്കെ തമ്മിൽ ആഡ് ചെയ്തേക്കുന്നത്? ഇവിടെ കിട്ടിയ എന്തായിരുന്നു? ABCDEQ. ക്യൂത്ത് റൗണ്ട് ബ്ലോക്ക് പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയ ABCDEQ ഇവിടെയുണ്ട്. ഇനി CVQ നമുക്ക് നമ്മുടെ ഇൻപുട്ടിൽ നിന്ന് കിട്ടും. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? CVQ+1 കിട്ടും. ഇനി അഡീഷൻ നോർമൽ അഡീഷൻ അല്ല, അഡീഷൻ മോഡുലോ 2/32. ഈ മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളുടെ CVL എന്ന് പറഞ്ഞാൽ ചെയിനിങ് വേരിയബിൾ ആഫ്റ്റർ പ്രോസസ്സിങ് L ബ്ലോക്സ്. അപ്പോൾ L 512 ബിറ്റ് ബ്ലോക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ Lth ബ്ലോക്കും പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെയിനിങ് വേരിയബിൾ ആയിരിക്കും നമ്മളുടെ ഫൈനൽ മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂ. അപ്പോൾ 5 സ്റ്റെപ്സാണ് പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ളത്. നെക്സ്റ്റ് ഈസ് SHA-1 കംപ്രഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ 4 റൗണ്ട് എന്ന് പറഞ്ഞു, 4 റൗണ്ടിലും 20 സ്റ്റെപ്പ് വീതമെന്നും പറഞ്ഞു. അപ്പോൾ 4 × 20 എന്ന് പറയുമ്പോൾ 80 സ്റ്റെപ്സ് ഓഫ് പ്രോസസ്സിങ് വരും. അതിൽ ഓരോ സ്റ്റെപ്പിലും ഓരോ ഇൻഡിവിജ്വൽ സ്റ്റെപ്പിലും ചെയ്യുന്ന കാൽക്കുലേഷനാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരൊറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്ന പ്രോസസ്സിങ്, അതാണ് ഈ ഒരൊറ്റ ഇക്വേഷനിൽ കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ABCD നമ്മൾ ഇനീഷ്യൽ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഈ ABCD എങ്ങനെ അപ്ഡേറ്റ് ചെയ്യും? അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ബ്രാക്കറ്റിൽ കാണുന്നത് നമ്മൾ Aയുടെ അപ്ഡേഷൻ, രണ്ടാമത് കാണുന്നത് Bയുടെ അപ്ഡേഷൻ, ഇത് Cയുടെ അപ്ഡേഷൻ, ഇത് Dയുടെ അപ്ഡേഷൻ, ഇത് Eയുടെ അപ്ഡേഷൻ. അപ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അപ്ഡേഷൻ ഏതിലാണ് വരുന്നത്? അല്ലെങ്കിൽ കൂടുതൽ കമ്പ്യൂട്ടേഷൻ ഏതിലാണ് വരുന്നത്? നമ്മളെ ഫസ്റ്റ് വാല്യൂ Aയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ സ്റ്റെപ്പിലെ പ്രോസസ്സിങ്. അപ്പോൾ എല്ലാ റൗണ്ടിലും നമ്മൾ ഇൻപുട്ട് എവിടെ നിന്നായിരിക്കും? ABCDയിലുള്ള വാല്യൂസ് എടുത്തിട്ടാണ് നമ്മൾ ഇൻപുട്ടിങ് പ്രോസസ്സിങ് തുടങ്ങുക. ഈ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ എന്താ അപ്ഡേറ്റ് ചെയ്യുന്നത്? ഈ ABCDയിലെ വാല്യൂസ് തന്നെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഈ അപ്ഡേറ്റ് ചെയ്ത ABCD വാല്യൂസ് ആയിരിക്കും ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ABCDയിൽ ഇനിഷ്യലൈസേഷൻ വെക്ടർ ഉപയോഗിച്ച് ഇനിഷ്യലൈസ് ചെയ്ത വാല്യൂസ് എല്ലാം ഉണ്ടാവും. ഇനി ആദ്യം എന്താ ചെയ്യുന്നത്? FT യൂസ് ചെയ്തു. FT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലോജിക്കൽ ഫംഗ്ഷൻ. ലോജിക്കൽ ഫംഗ്ഷൻ എന്തിനേക്കാണ് കമ്പൈൻ ചെയ്യുന്നത് നോക്കി? നേരത്തെ പോലെ തന്നെ MD5 ഉണ്ടായിരുന്ന പോലെ തന്നെ BCD ആണ് കമ്പൈൻ ചെയ്യുന്നത്. ഈ ബിയും സിയും ഡിനെ ലോജിക്കൽ കണക്റ്റീവ്സ് യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്യുക. ആൻഡ് ഉണ്ട്, ഓർ ഉണ്ട്, നെഗേഷനുണ്ട്, എക്സോർ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തേക്കുന്നതാണ് ഈ 4 ഫംഗ്ഷൻസ്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും F2ഉം F4ഉം പക്ഷേ ഒരേ കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ എഫക്റ്റിൽ നമുക്ക് 4 റൗണ്ടിൽ 4 ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാമെങ്കിലും സെക്കൻഡ് റൗണ്ടിലും ഫോർത്ത് റൗണ്ടിലും നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്കൽ ഫംഗ്ഷൻ ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ BCD എടുത്തു, ലോജിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. ഇനി അതിന് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്തു? ഇയുടെ വാല്യൂ ആയിട്ട് ആഡ് ചെയ്തു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് അതിൻ്റെ കൂടെ BCD എടുത്തു, ലോജിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, അത് രണ്ടും കൂടി ആഡ് ചെയ്തു. ഈ T എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിനെ ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ 80 സ്റ്റെപ്സ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ 0 മുതൽ 17 വരെ ആയിരിക്കും Tയുടെ വേരിയേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്തത് ലോജിക്കൽ ഫംഗ്ഷൻ കമ്പ്യൂട്ട് ചെയ്തു, BCDയിൽ ആ കിട്ടുന്ന റിസൾട്ടും ഇയും കൂടി ആഡ് ചെയ്തു. നെക്സ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കുന്നത് എന്താണെന്ന് നോക്കി? S5. ഇവിടെ അതിൻ്റെ മീനിങ് വെച്ചാൽ സർക്കുലാർ ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ആണ് ബൈ 5 ബിറ്റ് പൊസിഷൻ. അപ്പോൾ ഇവിടെ S5A അതാണ് നെക്സ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ S5 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു സർക്കുലാർ ലെഫ്റ്റ് ഷിഫ്റ്റിംഗ്. ഇപ്പോൾ എയിലുള്ള വാല്യൂ 32 ബിറ്റ് ആയിരിക്കുമല്ലോ. ആ 32നെ നമ്മൾ 5 ബിറ്റ് പൊസിഷൻ സർക്കുലാർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് WT. അപ്പോൾ WT എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഒരു വേർഡ് അറേ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 16 വേർഡ്സാണ് നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിങ്ങിലുള്ളത്. ഈ 16 വേർഡിൽ നിന്ന് നമ്മൾ 80 വേർഡ്സിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ 80 വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലും ഓരോ വേർഡുകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണെങ്കിൽ W0 യൂസ് ചെയ്യും, സെക്കൻഡ് സ്റ്റെപ്പാണെങ്കിൽ W1 യൂസ് ചെയ്യും. അങ്ങനെ ഓരോരോ വേർഡ് നമ്മൾ ഓരോ സ്റ്റെപ്പിൽ യൂസ് ചെയ്യും. അപ്പോൾ അതാണ് W2. WTയും കൂടി ആഡ് ചെയ്തു. അതാണ് നെക്സ്റ്റ് കാണുന്നത്. ഇനി ലാസ്റ്റ് എന്താ ആഡ് ചെയ്തേക്കുന്നത്? പ്ലസ് KT. ഈ KT എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു? അഡിറ്റീവ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ 4 റൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഒരു റൗണ്ടിൽ കംപ്ലീറ്റ്ലി ഒറ്റ വാല്യൂ മാത്രം. അപ്പോൾ ഒരു റൗണ്ടിൽ 20 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ആ 20 സ്റ്റെപ്പിലും സെയിം റൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ 4 റൗണ്ട് കോൺസ്റ്റൻ്റ് ടേബിളിൽ കണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ 20 സ്റ്റെപ്പിലും ഒരേ റൗണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തു. ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വാല്യൂ എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്തേക്കെന്ന് നോക്കിയേ. ദിസ് വാല്യൂ ഈസ് സ്റ്റോർഡ് ടു A എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഇക്വേഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എയിൽ ഇനിഷ്യലി ഉണ്ടായിരുന്ന വാല്യൂ ഒരു സ്റ്റെപ്പ് കഴിയുമ്പം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് അപ്ഡേറ്റഡ് ആവും. ആദ്യം
ഇ എടുക്കുന്നു, ഇയുടെ കൂടെ BCD ലോജിക്കൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ A 5 ബിറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ WT ആഡ് ചെയ്തു. WT എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വേർഡിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് 80 വേർഡ്സിൻ്റെ അറേ ആക്കി മാറ്റുന്നുണ്ട്. ഓരോ സ്റ്റെപ്പിലും ഓരോ വാല്യൂസ് എടുക്കുന്നു. അപ്പോൾ അതാണ് WT. പിന്നെ KT എന്ന് പറഞ്ഞാൽ അഡിറ്റീവ് കോൺസ്റ്റൻറ്റ് നമ്മൾ ഓരോ റൗണ്ടിൽ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും വാല്യൂസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എയുടെ പുതിയ വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് ബിക്ക് അപ്ഡേഷൻ എന്താണെന്ന് നോക്കിയേ. ബിയുടെ സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് A എന്നാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ എയിൽ നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ എന്താണോ അത് അതേപടി ബിയിലേക്ക് കോപ്പി ചെയ്യുക. ഇനി നെക്സ്റ്റ് കാണിച്ചേക്കുന്നത് എന്താണ്, സിയുടെ പൊസിഷനിൽ എന്താ അപ്ഡേഷൻ വരണ്ടേ, S30B. ബിയിൽ എന്തുണ്ടായിരുന്നോ നേരത്തെ അതിനെ 30 ബിറ്റ്സ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് സിയിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ സിയുടെ ഇക്വേഷൻ എന്താണെന്ന് വരുന്നത് നോക്കിയേ. സിയിലേക്കുള്ള വാല്യൂ എവിടെ നിന്ന് വരുന്നത്, ബിയിൽ നേരത്തെ എന്തുണ്ടായിരുന്നോ അതെടുത്തു, അതിന് 30 ബിറ്റ്സ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തു, എന്നിട്ട് സിയിലേക്ക് കോപ്പി ചെയ്തു. ഇനി നെക്സ്റ്റ് ഡിയിലേക്കുള്ള വാല്യൂവിൽ നമ്മൾ പഴയ സിയുടെ വാല്യൂ സ്റ്റോർ ചെയ്തു. അപ്പോൾ സിയിൽ മുമ്പ് എന്തുണ്ടായിരുന്നോ അത് നേരെ എടുത്ത് ഡിയിലേക്ക് കോപ്പി ചെയ്തു. അതുപോലെ ഡിയിൽ മുമ്പുണ്ടായിരുന്നു അതെടുത്ത് ഇയിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ ഇത്ര ആയപ്പം ABCDയിലെ വാല്യൂസ് അപ്ഡേറ്റഡ് ആയി. അപ്പോൾ ഇതാണ് ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പ് ഓഫ് പ്രോസസ്സിങ്. ഇപ്പോൾ ഇങ്ങനത്തെ 80 സ്റ്റെപ്പുകൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ ഒരു ബ്ലോക്കിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇതുപോലെ എത്ര ബ്ലോക്ക്സ് ഉണ്ടോ എല്ലാ ബ്ലോക്സിനും ഇതേപോലത്തെ അഡ്നിക്കൽ കാൽക്കുലേഷൻസ് ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ബ്ലോക്കിനെ നമ്മൾ ഈ കാൽക്കുലേഷൻ കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കും നമ്മളുടെ മെസ്സേജ് ഡൈജസ്റ്റ് വാല്യൂ. അപ്പോൾ ഈ ടേബിളിൽ കാണുന്ന ഫംഗ്ഷൻസാണ് നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക്കൽ ഫംഗ്ഷൻ FT. നെക്സ്റ്റ് നമ്മൾ പറയേണ്ടത് നമ്മൾ ഈ വേർഡ്സിനെ എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിഷ്യലി നമ്മൾ തന്നിരിക്കുന്നത് നമ്മൾ ഒരു 512 ബിറ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 32 ബിറ്റ് വേർഡ്സ് 16 എണ്ണം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 16 32 ബിറ്റ് വേർഡ്സ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 16 വേർഡ്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് 80 വേർഡ്സ് ആക്കി മാറ്റണം. അപ്പോൾ ആ എക്സ്പാൻഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ WT = S1 എന്താണെന്ന് നമുക്കറിയാം. എസ് നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിൽ പറഞ്ഞായിരുന്നു സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ബൈ 1 ബിറ്റ്. ഇനി അതിനുള്ളിൽ എന്തിനാണ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ 4 ടേംസിനെ ആഡപ്പ് ചെയ്യുക. ആഡപ്പ് ചെയ്യാന്ന് വെച്ചാൽ XOR ചെയ്യുക, എന്നിട്ട് അതിനെ ഒന്ന് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വേർഡ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്, അല്ല എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള 512 ബിറ്റ് ബ്ലോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ 16 32 ബിറ്റ് വേർഡ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം W0 W1 W2 എക്സെട്ര അപ് ടു W50. W0 മുതൽ W50 എന്ന് പറയുമ്പോൾ എത്രയായി, 16 എണ്ണമായി. അപ്പോൾ ഓരോന്നും 32 ബിറ്റ് വേർഡ്സ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 15 എണ്ണം നമുക്ക് നേരെ ഈ ഇൻപുട്ടിലുള്ള തന്നെ അങ്ങോട്ട് എടുക്കാം. ഇനി ബാക്കി W16 മുതൽ W79 വരെയുള്ളത് നമ്മൾ ജനറേറ്റ് ചെയ്യണം. ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ W16 ആണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന് കരുതുക. അതായത് W60. ഈ 16 ആകുമ്പോഴത്തേക്ക് ഇവിടെ എന്തായി, 16 - 60. അപ്പോൾ W0 16 - 14 W2 16 - 8 8 ആയി. സോ 16 - 3 = 50. അതാണ് ഈ എഴുതിയേക്കുന്നത് ഉണ്ടല്ലോ. W0 W2 W8 and 30. അപ്പോൾ ഈ 4 വാല്യൂസ് പ്രീവിയസ്ലി ഉള്ള വാല്യൂസ് ആണല്ലോ. W0 മുതൽ 13 വരെ എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ നമ്മൾ ഇൻപുട്ടിലുള്ള വാല്യൂസാണ്. അപ്പോൾ ഈ വാല്യൂസിനെ 4 എടുക്കുക, XOR വെച്ച് കമ്പൈൻ ചെയ്യുക. ആ കമ്പൈൻ ചെയ്തതിന് ഒരു ബിറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, W16 കിട്ടി. ഇനി ഇതുപോലെ W17 കണ്ടുപിടിക്കുക, 18 കണ്ടുപിടിക്കുക, 19 എക്സെട്ര അപ് ടു W79 വരെ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ W79 ആണെങ്കിൽ ആദ്യം 79 - 16 ചെയ്യുക, അതാണ് ഈ 63. പിന്നെ 79 - 14 ചെയ്യുക, അപ്പോൾ നമുക്ക് 65 കിട്ടും. നെക്സ്റ്റ് 79 - 8 ചെയ്യുക, അപ്പോൾ 71 കിട്ടും. ഇനി 79 - 3 ചെയ്യുക, അപ്പോൾ 76 കിട്ടും. അപ്പോൾ പ്രീവിയസ്ലി കമ്പ്യൂട്ട് ചെയ്ത 4 വാല്യൂസിനെ കമ്പൈൻ ചെയ്യുന്നു യൂസിങ് XOR. അപ്പോൾ XOR ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തു. അത് കഴിഞ്ഞാൽ ഒരു ബിറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂ വേർഡ്സിനെ ജനറേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ W79 എത്തുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 16 വേർഡ്സ്, അതായത് W0 മുതൽ W15 വരെയുള്ള 16 വേർഡ്സ് നമുക്ക് ഇൻപുട്ട് ബ്ലോക്കിൽ നിന്ന് തന്നെ കിട്ടും. ഇനി ബാക്കിയുള്ളതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, ഈ ഒരു ഇക്വേഷൻ്റെ കമ്പ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. W16 മുതൽ W79 വരെയുള്ള വാല്യൂസ്. അപ്പോൾ ഈ വാല്യൂസ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സ്റ്റെപ്പിലും യൂസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്കൽ ഫംഗ്ഷൻ്റെ ട്രൂത്ത് ടേബിളാണ് ഈ കാണുന്നത്. BCDനെ പല രീതിയിൽ കമ്പൈൻ ചെയ്യുന്നു, ജനറേറ്റ് ദ വാല്യൂസ് ഓഫ് ലോജിക്കൽ ഫംഗ്ഷൻ. ഇത് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ യൂസ് ചെയ്യുന്നു, സെക്കൻഡ് റൗണ്ടിൽ യൂസ് ചെയ്യുന്നു, ഇത് തേർഡ് റൗണ്ടിൽ, ദിസ് ഇസ് ഫോർത്ത് റൗണ്ട്. So that's all of SHA1 message digest algorithm.